നമസ്കാരം ആഘോഷയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അൺറിയൽ എഞ്ചിൻ്റെ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പോലെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പ്രോജക്റ്റ് വർക്കുകൾ തന്നെ ചെയ്തു പോകുക, അല്ലാതെ ഒരു ഓർഡറിൽ ബേസിക് ആയിട്ട് 1 2 3 എന്നുള്ള ഓർഡറിൽ ബേസിക് തൊട്ട് അഡ്വാൻസ് വരെ പറഞ്ഞു പോവുകയാണ്. ആദ്യം തന്നെ അൺറിയൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഒരു ഗെയിം ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇത് റെൻഡറിങ് എഞ്ചിനും കൂടാണ്. അപ്പോൾ മോഡലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് മെയിനായിട്ട് ഇറക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മോഡലിംഗ്, ഒരു വീട് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ആനേനെ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിനെ, ഒരു മരത്തിനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പർപ്പസിന് വേണ്ടിയല്ല മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ചെറിയ ചെറിയ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്, മായക പോലത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ട് റെൻഡറിങ്, അതായത് അതിനെ പ്ലേസ് ചെയ്ത് ഒരു മരം, ഒരു വീട്, അതിൻ്റെ മുറ്റത്തൊരു ആന, അങ്ങനെ പ്ലേസ് ചെയ്ത് വരുന്ന സമയത്ത് നല്ല ഭംഗിയിലുള്ള ഒരു വീഡിയോ ഔട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ. നമ്മളിപ്പോൾ നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചിന്തിച്ച് പോകാം. അപ്പോൾ അതിൻ്റെ ഒരു VFX, അല്ലെങ്കിൽ ഞാനിപ്പോൾ അതാ ഈ ഒരു വീഡിയോ കണ്ടോ, ഇവിടെ ഉണ്ടാവും, ഞാൻ എന്നെ പ്ലേസ് ചെയ്തേക്കുന്ന ഇതൊരു വീഡിയോ ഞാൻ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നോക്കട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് റെൻഡർ ചെയ്തിട്ട് ഒരു വീഡിയോ, ഒരു CG വർക്ക് അല്ലെ VFX വർക്ക് എന്നൊക്കെ പറയുന്നത് സിനിമ പോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഏത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതും നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് റെൻഡർ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വീഡിയോയുടെ തുടക്കത്തിൽ അങ്ങ് പോലെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 5.3.2 എന്ന് പറഞ്ഞ വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അതൊന്ന് ലോഞ്ച് ചെയ്യാണ്. ജസ്റ്റ് പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഇതിലൂടെ ക്ലിയർ ചെയ്തിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്ന സമയത്ത് കാണാൻ പറ്റും, ഇനീഷ്യലൈസിങ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 35, 45 എന്ന് പറഞ്ഞ പെർസെൻറ്റേജ് ഇല്ല, 35%, 45% ഒക്കെ വരുന്ന സമയത്ത് ഒരു സ്റ്റക്ക് വരുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് അവിടെ കുറേ നേരം നിന്ന് കമ്പൈലിങ്, അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണിച്ച് അങ്ങനെ നിൽക്കില്ലേ, ഷെയ്ഡേഴ്സ് കമ്പൈലിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാത്ത ഇത്ര സ്പീഡിൽ എങ്ങനെ ഓപ്പൺ ആവുന്നുള്ള കാര്യം ആദ്യം നോക്കണം. എങ്കിലും നമുക്ക് ഈ ഒരു എഞ്ചിന് അല്ലാതെ പക്ഷേ നിങ്ങൾ ഓൺ ആക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കറങ്ങി വരുമ്പോഴേ ഇത് ഓൺ ആവുന്നില്ലേ. ഇപ്പോൾ ഇത്രയും സ്പീഡിൽ ഓൺ ആവുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടു പോവുകയാണെങ്കിൽ, അതൊന്നും ബേസിക് പെടാത്ത അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റ് നല്ല ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേജിലേക്കാണ്, അത് ക്ലിക്ക് ചെയ്താൽ കേട്ടോ അതിൽ എഡിറ്റിംഗ് ഡെസ്കിൻ്റെ അകത്ത് അൺറിയൽ എഞ്ചിൻ്റെ പേജിൻ്റെ അകത്ത് മലയാളം പേജിൻ്റെ അകത്ത് ഇവിടെ ഓരോന്ന് ആർജിറ്റ് ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വീഡിയോസ് കാണാൻ ഇത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ പ്രോജക്റ്റുകൾ വേണ്ടവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ റെൻഡറിങ് ഔട്ട്, ഞാൻ ചെയ്ത വീഡിയോസിൻ്റെ ഔട്ട് പിന്നെ പോട്ടെ. പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്നിക്കൽ സപ്പോർട്ടിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ കുറേ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ മൊത്തം ആ ഒരു പേജിലേക്ക് പോകും. ഇങ്ങനെ അൺറിയൽ എഞ്ചിൻ സ്പീഡ് ആക്കുന്നതും, അതുപോലെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതും, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ C ഡ്രൈവിൽ സ്ഥലമില്ലെങ്കിൽ വേറൊരു ഡ്രൈവിലേക്ക്, അല്ലെങ്കിൽ സിസ്റ്റം ഡ്രൈവിൻ്റെ അകത്ത്, മാക്കിലാടെ സിസ്റ്റം ഡ്രൈവിൻ്റെ സ്ഥലം അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കാനൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ പറയുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ആദ്യം ഇത് പരിചയപ്പെടുത്തി, ഇത് ഒന്ന് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് എളുപ്പത്തിൽ കമ്പയർ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു പുതിയ പേജ് തുടങ്ങും നമ്മൾ കേട്ടോ. അപ്പോൾ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ കാണിക്കാം. ഒരു പുതിയ പേജ് തുടങ്ങിയിട്ട് അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഓർഡറിൽ വീഡിയോസ് ചെയ്ത് ഇങ്ങനെ 1 by 1 ആയിട്ടിടും. ഈ ഒരു ബേസിക്കിൻ്റെ അകത്തും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ടൈലിംഗ് ഒക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വല്ലാണ്ട് ഉണ്ടാവില്ലേ. പെട്ടെന്ന് വേണമെങ്കിൽ ഇത് നോക്കി ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോസിൽ ഓരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞു പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബേസിക് അങ്ങ് പഠിച്ചു പോകാം അല്ലേ. ബേസിക് എന്ന് പറഞ്ഞാൽ ഗെയിമാണ്. ഗെയിമിൻ്റെ അകത്തൊരു ബ്ലാങ്ക് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ അല്ലേ. എന്നിട്ട് ഇവിടെ റേ ട്രേസിങ് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്തിട്ട്, അതായത് ലൈറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് അത്. നിഴലൊക്കെ വരാനും പിന്നെ ഈ മരത്തിൻ്റെ ഇടയിലൂടെ ലൈറ്റൊക്കെ വരുന്ന ഇതൊക്കെ അല്ലേ, ഇതൊക്കെ റേ ട്രേസിങ്ങിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ അഡ്വാൻസിൽ പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതിൽ നമുക്ക് പ്രൊജക്റ്റ് ലൊക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ബ്രൗസ് ചെയ്ത് എനിക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് എക്സ്ട്രാ വേറെ ആർട്ടിസ്റ്റ് ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ പ്രോജക്റ്റിൻ്റെ നെയിം കൊടുക്കണം, പ്രോജക്റ്റ് PR_. ഇവിടെ സ്പേസ് ഇടാൻ പറ്റില്ല കേട്ടോ. സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തെന്ന് വിചാരിച്ച് സ്റ്റക്കായി നിൽക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി പറഞ്ഞാണ്. പ്രോജക്റ്റ് 1 PR1 എന്നാണ് ഞാൻ പേര് കൊടുത്തിട്ട്, വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ല, ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ആവും. വീണ്ടും അൺറിയൽ എഞ്ചിൻ റീസ്റ്റാർട്ട് ആവും അല്ലേ. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേൾഡാണ് അവർ തരുന്നില്ല, ഇതിന് വേൾഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു സ്റ്റേജ്, അതായത് ഈ ഒരു വേൾഡിൻ്റെ അകത്ത് നമുക്ക് ഒരു മല, ചുറ്റിലൊരു മലയാണ് സത്യം പറഞ്ഞത് കേട്ടോ. ചുറ്റിലൊരു മലയായിട്ട് കറക്റ്റ് മനസ്സിലാണെങ്കിൽ നടുവിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് അവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ മൗസിൽ സൂം ചെയ്താണല്ലേ സാധാരണഗതിയിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പോകണ്ട കേട്ടോ. ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പൊസിഷൻ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ചുറ്റിലൊരു മഞ്ഞ സെലക്ഷൻ വരുന്നില്ല. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യുക, കീബോർഡിൽ F ബട്ടണിൽ F ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ടേക്ക് ഫോക്കസ് ആവും. ഫോക്കസിൻ്റെ ഷോർട്ട് കട്ടാണ് F. ഓക്കെ അല്ലേ. ഇതിന് ചുറ്റിലൊന്ന് കാണണം അല്ലേ. ജസ്റ്റ് മൗസ് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കാണാൻ പറ്റും. ഇനി അപ്പ് ഡൗൺ ഒക്കെ ആയിട്ട് കാണണമെങ്കിൽ Alt ബട്ടൺ,
മാക്കിലാകുമ്പോൾ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് കണ്ടോ പ്രസ് ആൻഡ് ഹോൾഡ് എന്ന് പറയില്ല, അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ മൗസ് തിരിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഈ വേൾഡിൻ്റെ ചുറ്റുഭാഗവും ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ആ ആൾട്ട് ബട്ടൺ അല്ലെങ്കിൽ ഓപ്ഷൻ ബട്ടൺ ഒന്ന് വിട്ടിട്ട് കറക്കി നോക്കിയേ. ഇപ്പോൾ നമുക്ക് മേലോട്ടേക്ക് പോകാൻ പറ്റില്ല, പക്ഷേ സറൗണ്ടിങ്സിൽ ചുറ്റി വരാൻ പറ്റൂലേ. വീണ്ടും ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്താൽ ഈ ഒരു പൊസിഷനിലും കൂടെ നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ കറക്കിയെടുക്കാൻ പറ്റും അല്ലേ. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഓപ്ഷനാണ്. പിന്നെ നമുക്കുള്ള മിഡിൽ മൗസ് ബട്ടൺ ആണ്. മിഡിൽ മൗസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നീക്കി നോക്കിയേ. വലത്തേക്കും ഇടത്തേക്കും മുന്നോട്ടേക്കും ബാക്കോട്ടേക്കൊക്കെ ഇങ്ങനെ മിഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ താഴേക്കും മേലേക്കും ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ്. കണ്ടോ ക്യാമറ സ്പീഡ് എന്നുള്ള ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ സ്പീഡിലായിട്ടുള്ള വർക്ക് കിട്ടും. ഓക്കെ, അതൊക്കെ നമുക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു വേൾഡിൻ്റെ അകത്താണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇത്രയും, അതായത് ഞാനിവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ വന്ന് കിടക്കുന്നുണ്ട് അല്ലേ. ഇത് ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ അകത്ത് ഇനി ഉണ്ടാവും. അപ്പോൾ വേൾഡാണ്, വേൾഡിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് വേണ്ട, ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഏരിയ മതിയെങ്കിൽ ഫയലിൽ വന്നിട്ട് ന്യൂ ലെവലിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്റ്റേജ് ചെയ്യുകയാണെങ്കിൽ ന്യൂ ലെവലിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ കാണിച്ച പോലത്തെ ഈ ഒരു വേൾഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു empty വേൾഡ് കിട്ടും. കണ്ടോ, ഇനി ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ കിട്ടും, അതേപോലെ ഒന്നും ഇല്ലാത്തൊരു ബേസിക് സ്ട്രക്ചറും കിട്ടും. അപ്പോൾ നമുക്ക് ബേസിക് എന്നുള്ള സ്ട്രക്ചർ അടിച്ച് കഴിഞ്ഞാൽ നോക്കാം കണ്ടോ ഇങ്ങനൊരു വേൾഡ് കിട്ടും. അതായത് മലയും കുന്നും ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ ഒരു സ്റ്റേജ് മാത്രം കിട്ടും. അപ്പോൾ ഇതിനെയും വേണമെങ്കിൽ നമുക്ക് തട്ടിയിട്ട് ഇവിടേക്ക് നമുക്ക് പുതിയത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ എല്ലാം തട്ടിപ്പടപ്പം ആകാശമുണ്ട്, ലൈറ്റ് ഉണ്ട്, പിന്നെ ഒരു മൊത്തത്തിലൊരു ഒരു വായു മണ്ഡലം അല്ലേ. നമുക്ക് താഴേക്കും മേലേക്കും ഒന്നും ഇല്ലാത്ത, മുകളിൽ ആകാശം താഴെ ഒന്നും ഇല്ലാത്തുള്ള സെക്ഷൻ കിട്ടിയില്ല. ഇതിനകത്തേക്ക് നമുക്കൊരു വലിയൊരു വേൾഡ് നമ്മൾ ഇഷ്ടമുള്ളൊരു പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ സെലക്ഷൻ എന്ന് പറഞ്ഞൊരു മോഡ് കണ്ടോ ഇവിടെ. ഈ സെലക്ഷൻ മോഡിൽ വന്നിട്ട് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ മോഡ് കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം ഇതാണ് കേട്ടോ, ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് Shift 2 അടിച്ച് കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു ഗ്രിഡ് വന്നാണ്ടോ നിറയെ പച്ച കളറിലുള്ളൊരു നെറ്റ് വല. ഇതാണ് നമ്മുടെ വേൾഡ് ഇപ്പോൾ. അപ്പോൾ ഈ വേൾഡിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ സൈസ്, അത് എത്ര ദൂരത്തോളം വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ സെലക്ഷൻ സൈസ് കാണാൻ പറ്റും കണ്ടോ. അവിടെ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് വലുതാക്കുന്നതനുസരിച്ച് ദൂരേക്ക് പോകും. അപ്പോൾ ഇത് മാക്സിമം 7x7 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ ചെറിയൊരു വേൾഡ് വന്നാണ്ടോ. അപ്പോൾ ഇവർ ഡിഫോൾട്ടായിട്ട് തരുന്നത് 63x63 എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനാണ് അല്ലേ. അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേൾഡ് ഇവിടെ ക്രിയേറ്റ് ആവും. നോക്കിക്കോ, നേരത്തെ കണ്ട പോലെ തന്നെ മറ്റേത് ഓരോ സെക്ഷനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. ഒരു ബോക്സ് സെലക്ട് ചെയ്യുന്ന പോലെ ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തന്നില്ല, ഒരു പ്ലെയിൻ മാത്രം അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് അങ്ങനെയല്ല, അത് ഒറ്റ പ്ലെയിനിൽ ഒറ്റ ഒരു സെക്ഷനിൽ ഒരു ടെറൈനാണ് ക്രിയേറ്റ് ആവുന്നത്, ഒരു വേൾഡ് ക്രിയേറ്റ് ആവും. നോക്കാം, ഒരു വലിയൊരു വേൾഡിൽ ആ തല വരെ കാണാൻ പറ്റും കണ്ടോ. ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക, ആൾട്ട് ബട്ടൺ പ്രസ് ചെയ്യുക, മൗസിൽ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക അല്ലേ. ഓപ്ഷൻ ഓർ ആൾട്ട് കേട്ടോ. ഓപ്ഷൻ മാക്കിലും ആൾട്ടും വിൻഡോസിലാണ് കേട്ടോ. അത് ഞാൻ രണ്ടും കൂടെ പറയും, തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഓക്കെ കണ്ടോ, വലിയൊരു വേൾഡ് ക്രിയേറ്റ് ആയി അല്ലേ. ഇനിയിപ്പോൾ വേൾഡിൻ്റെ അകത്ത് എനിക്ക് ചെറിയൊരു മലയും കുന്നൊക്കെ വേണമെന്ന് കരുതാൻ ഞാൻ എന്താ ചെയ്യുക, ഇപ്പോൾ എനിക്കിവിടെ ഒരു ബ്രഷ് കിട്ടിയിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു ബ്രഷ് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന് ക്ലച്ച് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളാണ് ഉണ്ടാവുക. അതിൻ്റെ സൈസൊക്കെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ബ്രഷിൻ്റെ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രഷിൻ്റെ സൈസ് ഉണ്ടാവും. ഇവിടെ കണ്ടോ ബ്രഷിൻ്റെ സൈസ്. ഇപ്പോൾ എനിക്ക് ബ്രഷ് ചെറുത് മതി, ഇത്രയുള്ള ബ്രഷ് മതിയെങ്കിൽ ഇവിടെ ചെറുതാക്കാം. അതേപോലെ വലിയൊരു ബ്രഷാണ് വേണമെങ്കിൽ വലിയൊരു ബ്രഷ്. ആ ബ്രഷ് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേക്കണ്ടോ ഇങ്ങനെ അണ്ടും കമാൻഡ് ഇസെറ്റ് ഇട്ടോ. വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ഇസെറ്റ് അടിച്ച് കഴിഞ്ഞാൽ ചെയ്ത കാര്യം അണ്ടും അടിക്കാൻ പറ്റും കണ്ടോ. ഇതേപോലെ നമുക്ക് വലിയ വലിയ മലകളൊക്കെ ബാക്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് മലകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെയാണ്. അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു സെക്ഷൻ ചെയ്യാൻ പോവാണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു മല ഇവിടെ ക്രിയേറ്റ് ചെയ്തേ. അങ്ങനെയാണ് ഒരു ചെറിയ മല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു പുഴയാണ് അല്ലെങ്കിൽ താഴ്വാരാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. എന്നിട്ടൊന്ന് വലിച്ചു നോക്കിയേ. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് വലിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ താഴോട്ടേക്ക് ഒരു കുഴി കിട്ടും. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്താ പറയുക ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മലയും ചെറിയൊരു തടാകവും ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സിമ്പിളല്ലേ. ഇത്ര സിമ്പിളായിട്ട് നമ്മൾ തുടക്കത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇനി നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിൽ നിന്ന് വീണ്ടും സെലക്ഷൻ മോഡിലേക്ക് പോകാം. Shift 1 ആണ് ഷോർട്ട് കട്ട് കേട്ടോ. അപ്പോൾ Shift 1 വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ ചെറിയൊരു തടാകം സെറ്റായില്ലേ. ഇനി നമുക്കൊരു മോഡലിംഗ് ഇതിൻ്റെ അത് ചെയ്യണം. മോഡലിംഗ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ.
മോഡലിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ ഉണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് മോഡൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഈ പ്ലസ് ബട്ടണില്ലേ, ഈ പ്ലസ് ബട്ടണിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഷേപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിനകത്ത് ഒരു പ്ലെയിന് ഞാൻ ആഡ് ചെയ്യണേ. പ്ലെയിനോ അല്ലെങ്കിൽ ക്യൂബോ ഇംഗ്ലീഷ് രണ്ടും ഓൾമോസ്റ്റ് ഒരേപോലെയാണ്. പ്ലെയിൻ ആകുമ്പോൾ ഹൈറ്റ് ഉണ്ടാവില്ല, ഈ ഒരു ക്യൂബ് ആകുമ്പം ഹൈറ്റും കൂടെ ഉണ്ടാവും. അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. നീളം വീതിയും ഉയരം ഉണ്ടാവും. ഓക്കെ, ഇതിനെ നമുക്ക് അവിടേക്കൊന്ന് സെറ്റാക്കാം. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ താഴെയാണെന്ന് വിചാരിക്കും, പക്ഷേ താഴെയല്ല കേട്ടോ. കണ്ടോ, ഇതൊരുപാട് മുകളിലാണ് ഇരിക്കുന്നത്. ഇതിനെ നമുക്കൊരു പുഴയായിട്ട് മാറ്റാം. അപ്പോൾ അതിനെന്താ ചെയ്യുക, ഈ ഫസ്റ്റത്തെ ക്യൂ എന്നുള്ള ഷോർട്ട് കട്ടാണ്. ക്യൂവിലാണെങ്കിൽ നമുക്ക് ഏതും സെലക്ട് ചെയ്യാം. അതുപോലെ സെലക്ട് ചെയ്യുക. എങ്ങോട്ടേക്ക് നീക്കി വെക്കാനൊന്നും പറ്റില്ല. ഇനി ഡബ്ല്യു ആണെങ്കിലോ തൊട്ടടുത്ത ടൂളാണ്, ഇതുപോലെ നീക്കി വെക്കാം എങ്ങോട്ട് വേണമെങ്കിലും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ റൊട്ടേഷൻ ആണ്. അത് ഇ ആണ് ഷോർട്ട് കട്ട്. തൊട്ടടുത്ത് ഡബ്ല്യുവിന് തൊട്ടടുത്തുള്ള ഇ. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഡബ്ല്യു ആണ്. ഡബ്ല്യു അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈസ് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യണം. ഇങ്ങനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ വലുതാക്കി. പക്ഷേ ഇതിന് ഞാൻ ഈ വരച്ച, അതായത് ഉണ്ടാക്കി വെച്ച ഈ ഒരു കുളത്തിന് പാകത്തിലല്ലേ, ഒരു ചെരിവിലാണ് വന്നത്. അപ്പോൾ ഇതിന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ഈ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് സ്പേസ് ബട്ടൺ പ്രസ് ചെയ്താലും ഇങ്ങനെ മാറി മാറി മൂന്നെണ്ണം മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. പെട്ടെന്ന് ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷൻ മാത്രം വരും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ കണ്ടോ, ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഇനി വീണ്ടും ഡബ്ല്യു പ്രസ് ചെയ്ത് താഴേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. കണ്ടോ, ഇപ്പം എന്തായി, ഇപ്പം 6 ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഒന്നും കൂടെ ലേശം വലുതാക്കുകയാണ്. ഇപ്പം നോർമലി നമ്മൾ ചെറിയൊരു കാർട്ടൂണിക് ടൈപ്പിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഭാവനയിൽ ഇപ്പോൾ ഒരു കുളമായില്ലേ, ഓൾമോസ്റ്റ് ഒരു കുളമായി എന്നല്ല, ഓൾമോസ്റ്റ് നമുക്കിവിടെ ചെറിയൊരു കുളം കിട്ടിയില്ലേ, ഒരു പോണ്ട് തടാകം കിട്ടി. അപ്പോൾ ഇതിനൊരു കളർ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു നീല കളറോ അങ്ങനെ ഒഴുകുന്ന വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാവും അല്ലേ. ചെറിയ ചലനങ്ങളിലെ ഓളങ്ങളൊക്കെ ഉള്ള അങ്ങനെ സെറ്റാക്കാം. പിന്നെ ഇതിനകത്ത് സൈഡിൽ പച്ചപ്പുല്ലും അങ്ങനെ ടെക്സ്ചറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും സെറ്റാക്കാം. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു വീടോ അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ആദ്യം നോക്കണമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു മോഡലിംഗ് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലാന്ന്, അതായത് മെയിനായിട്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് മോഡലിംഗ് നിർബന്ധമായും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അല്ലേ. ഇതിൻ്റെ സൈഡിലായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്ലസ് ബട്ടൺ തന്നെ എടുക്കുക. ഇത് നമ്മൾ ക്യൂബ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ക്യൂബ് ആഡ് ചെയ്തു. ഓക്കെ, ഈ ക്യൂബിന് ജസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിലേക്കാണ് വേണ്ടെങ്കിൽ, നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടാണ് വേണ്ടെങ്കിൽ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസ് വന്നൊരു പാനൽ ഇവിടെ കാണാൻ പറ്റും അല്ലേ. ഡീറ്റെയിൽസ് എന്നൊരു പാനൽ കാണാൻ പറ്റും. ഇതിനൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ലൊക്കേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ലൊക്കേഷൻ മീൻസ് ആ ഒരു കുളം ഈ ഒരു സറൗണ്ടിങ്ങിൽ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത്. ഈ ലൊക്കേഷൻ ഇതേപോലെ കോപ്പി ചെയ്തിട്ട് അങ്ങോട്ട് നമുക്ക് ഓരോന്ന് പേസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വരെ ഈ ലൊക്കേഷൻ്റെ ഇവിടെ വന്നിട്ട് വെറുതെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെ ഒരു കോപ്പി നടന്നിട്ടുണ്ടാവും, മൊത്തം ബ്ലിങ്ക് ആയതുണ്ടാവും. ഇനി എന്ത് ചെയ്യണം, ഇവനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കണ്ടോ, ലൊക്കേഷൻ മാറി പുള്ളി ഇവിടെ വന്നു നിന്നു. പിന്നെ നമുക്ക് ജസ്റ്റ് ഇവിടേക്ക് വലിച്ചു വെക്കാവുന്നുള്ളൂ. ഇത്തിരി താഴേക്ക് ആയി പോയിട്ടില്ലേ, ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ നമുക്ക് വായന മുകളിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനി ഇവനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇവനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവനെ ഞാൻ പുറത്തേക്ക് അങ്ങനെ കാണുന്ന രീതിയിൽ വെക്കാതെ ജസ്റ്റ് താഴെ ഇങ്ങനെ വെക്കുകയാണ്, പെട്ടെന്ന് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിന് മറന്നു പോകാത്ത രീതിയിൽ ഇവനൊന്ന് റീനെയിം ചെയ്യണം. ഇവനൊരു പേര് കൊടുക്കുക. അത് ക്യൂബ് 2 എന്നുള്ളൊരു പേരിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. ഒന്നെങ്കിൽ ക്യൂബ് 2 എന്ന് തന്നെ സെർച്ച് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം F2 ബട്ടൺ അടിച്ചാൽ റീനെയിം എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. ഓക്കെ അല്ലേ, കീബോർഡിൽ F2 ബട്ടൺ അടിച്ചാൽ റീനെയിം എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. എന്നിട്ട് അവനൊരു പേര് കൊടുക്കണം. എന്താ കൊടുക്കുക, ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ പേര് കൊടുക്കുക. എൻ്റെ പേര് നിജിൻ ഇച്ചോറാം എന്നാണ്. പിന്നെ നിജിൻ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. നിജിൻ എന്നുള്ളൊരു പേര് കൊടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഞാൻ എവിടെയൊക്കെ വർക്ക് ചെയ്ത് എവിടേക്കോ പോയി, ഇങ്ങനെയൊക്കെ പോയി എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ എവിടെയാണല്ലോ വീട് വരുന്നത്, ആ വീട്ടിലേക്ക് പെട്ടെന്ന് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ സെർച്ചിൻ്റെ അകത്ത് നിജിന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എനിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ. ഡബിൾ ക്ലിക്ക് അടിക്കുക. കണ്ടോ, ആ ഒരു നിജിൻ എന്നുള്ള ഏരിയയിലേക്ക് ഞാൻ എത്തി. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു വീട് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഇവനെ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാമെന്ന് വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് രണ്ടാമത് ഇങ്ങനെ ക്യൂബ് എടുത്ത് വരേണ്ട കാര്യമില്ല. ഇവനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഓൾട്ട് ബട്ടണ് മാക്കിലാകുമ്പോൾ ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ആരോ പിടിച്ച് മേലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഒരു കോപ്പി മേലേക്ക് കിട്ടും. ഓക്കെ അല്ലേ. ഇപ്പോൾ റൈറ്റിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു കോപ്പി കിട്ടും. അങ്ങനെ കേട്ടോ. അപ്പോൾ ഒരു കോപ്പിയും കൂടെ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, സ്വിച്ച് ഒന്ന് വിടുക, വീണ്ടും പ്രസ് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടെ ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ഒരു കോപ്പി കിട്ടും കേട്ടോ. വീണ്ടും കൈ എടുത്തിട്ട്, അതായത് ഓൾട്ട് ബട്ടൺ ഓപ്ഷൻ ബട്ടൺ കൈ എടുത്തിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യണം കേട്ടോ. അല്ലാത്ത പക്ഷം നമ്മളൊരു കോപ്പി എടുത്ത് കഴിഞ്ഞ് വീണ്ടും അവിടെ കൊണ്ടുവച്ച് നീക്കി കഴിഞ്ഞാൽ കോപ്പി കിട്ടില്ല, ജസ്റ്റ് മൂവ് ആവുകയുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കോപ്പികൾ കിട്ടുന്ന സമയത്ത് നമുക്കിപ്പോൾ നിജിൻ ഒന്ന് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ നിജിൻ സെർച്ച് ചെയ്താൽ മുഴുവൻ നിജിൻ എന്നുള്ള ക്യൂബുകളാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക,
ആ കോപ്പി എടുത്ത കോപ്പി വെച്ചാണ് നമ്മളിനി കോപ്പി എടുക്കുന്നതെങ്കിൽ അവൻ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്തിട്ട് ക്യൂബ് എന്ന്, അല്ലെങ്കിൽ നമ്മൾ ചുമരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോഴേ നമ്മളിങ്ങനെ റീനെയിം ചെയ്ത് പോയാൽ നമ്മളൊരു ഓർഡറിലായിരിക്കും പിന്നെ പോവുക. എന്താ പറയുക, തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കുറേ. ഒരു വാളാണ് നമുക്ക് എഴുതി വെച്ചതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ വാളിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പിന്നെ നമ്മൾ തിരഞ്ഞ് പോകേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ജസ്റ്റ് അതിന് വാളിനുള്ളൊരു പേര് കൊടുത്തു കേട്ടോ. ഓക്കെ, ഇവരെ ഞാൻ ഫസ്റ്റ് വാളായിട്ടോ അല്ലെങ്കിൽ ഈ നിലത്തിൻ്റെ തറയില്ലേ, തറ ഫൗണ്ടേഷനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഫൗണ്ടേഷൻ കൊടുക്കുക അല്ലേ, FND എന്ന് കൊടുക്കണേ. ഫൗണ്ടേഷൻ സ്പെല്ലിങ് എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ അറിയില്ല, തെറ്റിപ്പോണ്ടെന്ന് എഴുതിയാൽ. ഓക്കെ, ഇനി നമ്മൾ ഇവ ഫൗണ്ടേഷനെ വലുതായിട്ട് സെറ്റ് ആക്കണമല്ലേ. അതിന് നമ്മൾ എന്താ ചെയ്യുക, 6 ബട്ടൺ പ്രസ് ചെയ്യും അല്ലേ. 6 ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇത്തിരി വലിപ്പം കുറച്ചിട്ട് നമുക്ക് വേണ്ട ഒരു നീളത്തിലും വീതിയിലും ജസ്റ്റ് ഇതുപോലെ ചെയ്തു. ഇപ്പോൾ ഒരുവിധം ആളുകൾക്ക് അറിയാത്തൊരു ഓപ്ഷനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ പലപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവാം ഒരു പക്ഷേ. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ സെറ്റാക്കി. ഓക്കെ, ഇവിടെ സെറ്റാക്കി താഴേക്ക് വെച്ചു. ഇനിയാണ് എനിക്ക് തോന്നുന്നത് ഈ വീതി ഇത്ര പോരാ, കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വേണം. അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ 6 ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങനെ വലിക്കില്ലേ, അപ്പോൾ 2 ഭാഗത്തേക്ക് ഒരേപോലെ വീതി കൂടും. ഈ ഒരു പ്രശ്നം നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് അല്ലേ. 2 ഭാഗം ഒപ്പിക്കാനാവില്ല. അത് വാൾ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിനൊരു കോപ്പി എടുക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് കോപ്പി എടുക്കുക, W പ്രസ് ചെയ്യുക, Alt ബട്ടൺ പ്രസ് ചെയ്യുക, ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക, ജസ്റ്റ് വലിക്കുക. അപ്പോൾ രണ്ടാമത്തെ കിട്ടിയവിടെ ഫൗണ്ടേഷൻ എന്നുള്ള ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, വാൾ കൊടുക്കണം അല്ലേ. വാൾ എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് തെറ്റിപ്പോകില്ല അല്ലേ. വാൾ ക്ലിക്ക് ചെയ്താൽ വാൾ 1 ആയി. ഇനി വാൾ 2, 3 അങ്ങനെ വന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല അല്ലേ. അപ്പോൾ 6 ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യാണ്. ഞാൻ ഇവിടേക്ക് ചുരുക്കി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നടുവിലേക്കാണ് ചുരുങ്ങിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല വരണ്ടേ, ഈ ഒരു സൈഡിലേക്ക് വാൾ സെറ്റായിട്ട് വരണം. അതിനെന്ത് ചെയ്യുക അറിയാം, ഓപ്ഷൻ ബട്ടൺ Alt ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. മിഡിൽ മൗസ് ബട്ടണില്ലേ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരു പിവോട്ട്, ഈ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് പിവോട്ട്. ഈ പിവോട്ട് ഈ സൈഡിലേക്ക് വന്നു അല്ലേ. ഇനി ഒന്ന് വലിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നോക്കിയേ, കണ്ടോ, ആ നിൽക്കുന്നവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഇവൻ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയി. കണ്ടോ, ഇപ്പോൾ സെൻട്രലായിപ്പോയി. എന്തുകൊണ്ടാണ്, ഇപ്പോഴത്തേക്ക് ജമ്പ് ചെയ്ത് പോയിട്ട് സെൻട്രലിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കുക. നമുക്ക് ഇവിടെയാണ് സെറ്റ് ആക്കേണ്ടത്. ഇവിടെ കൊണ്ടുവച്ച ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് പിവോട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, പിവോട്ട് സെറ്റ് ആസ് പിവോട്ട് ഓഫ് സെറ്റ് നമ്മുടെ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഞാനിപ്പോൾ അതിന് ഷോർട്ട് കട്ടായിട്ട് D കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ നന്നായിരിക്കും അല്ലേ. ഇപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ അൺറിയൽ എഞ്ചിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്ത് ഒരു പ്രിഫറൻസിൻ്റെ അകത്ത് വരിക. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ സെറ്റിങ്സ് കിട്ടും. ഇവിടെ എന്താണ്, പിവോട്ട് ഓഫ്സെറ്റ് മാറ്റാനുള്ള ഓപ്ഷൻ. പിവോട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് ആസ് പിവോട്ട് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ നമുക്ക് വേണ്ട ഷോർട്ട് കട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ D ആണ് ആഡ് ചെയ്തേക്കുന്നത്, D തന്നെ, നമുക്ക് D തന്നെ മതി. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്തേക്കാം. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഇപ്പോൾ ഒരു പ്രശ്നം കണ്ടോ, ഒരു ജമ്പ് പോലെ അല്ലേ ചേർന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ സിസ്റ്റം സ്റ്റക്കായിട്ടാണ് ഇങ്ങനെ ജമ്പായിട്ട് മൂവ് ആകുന്നതല്ലേ, സ്മൂത്ത് ഇല്ലാതെ ചാടിയാണല്ലോ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ പ്രശ്നം എന്തുകൊണ്ടാണെന്നറിയോ, അത് നമ്മൾ ആദ്യം സോൾവ് ചെയ്തിട്ട് പോലെ ഇവിടെ കണ്ടോ, സ്കെയിലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. ഈ സ്കെയിലിങ്ങിൻ്റെ അതായത് 0.25 എന്നുള്ള റേഞ്ചിലേക്കാണ് സ്കെയിൽ ആവുക. ഈ റേഞ്ച് ഞാനിപ്പം 1ലേക്ക് ഇട്ടാൻ നോക്കിക്കോ. ഇവിടെ ഞാൻ വലിക്കുന്ന സമയത്ത് കുറേ ദൂരത്തേക്ക് അനങ്ങൂല. കണ്ടോ, ഒരു ജമ്പാ കണ്ടോ, ആ യൂണിറ്റിലേക്ക്, ഒരു സെൻറ്റിമീറ്റർ എങ്കിൽ സെൻറ്റിമീറ്റർ, ആ ഒരു യൂണിറ്റിലേക്കാണ് ഇത് ജമ്പായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നോക്കിക്കോ, വളരെ സ്മൂത്തായിരിക്കും. കണ്ടോ, സ്മൂത്തായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് സ്കെയിൽ ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ആംഗിളിലും 10 ഡിഗ്രി വെച്ച് തിരിയണം എന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതും വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കിക്കോ, ഇവിടെ 10 എന്നല്ലേ കുറച്ചുകൂടി കൂട്ടിയിട്ടാണ് കാണിച്ചത്. ഇവിടെ 100 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്താൽ കുറേ സമയത്തേക്ക് ഡ്രാഗ് ആവില്ല. കണ്ടോ, പിന്നെ ജമ്പായിട്ടാണ് ഡ്രാഗിങ് പോണത്. അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ ആവശ്യമുണ്ട്, ചില സമയങ്ങളിൽ ഇത് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അത് അനുസരിച്ച് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്തിടുന്ന സമയത്ത് ഓഫ് ചെയ്തിടുക, അല്ല സമയത്ത് ഓൺ ചെയ്തിടുക. ഇപ്പോൾ വീണ്ടും 6 പ്രസ് ചെയ്തിട്ട് ഞാനിവിടെ വാളിൻ്റെ വലിപ്പം ഒന്ന് സെറ്റാക്കി. ഇനി ഞാൻ വാൾ മേലോട്ടേക്ക് ഉയർത്താൻ പോവുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് താഴെ തന്നെയാണ് കിടക്കുന്നതെങ്കിലും മേലോട്ടേക്ക് ഉയർത്തുമ്പോൾ കണ്ടോ താഴേക്കും വലുതാവുന്നുണ്ട്, മേലേക്കും വലുതാവുന്നുണ്ട്. നേരത്തെ അതേ പ്രശ്നം നമുക്കിവിടെ പിന്നെയും പ്രശ്നം വന്നില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം താഴെയായിട്ട് വീണ്ടും Alt ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴേക്ക് ഇറങ്ങിയില്ലേ, കറക്റ്റായിട്ട് പ്ലേസ് ആയി. വീണ്ടും D പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റ് ആക്കണ്ട. ഇപ്പോൾ വാൾ മേലോട്ടേക്ക് മാത്രമാണ് വരുന്നത്, താഴേക്ക് പോകുന്നില്ല അല്ലേ. സെറ്റല്ലേ. ഇനി നമുക്ക് ഇതിനെ പെട്ടെന്നൊരു സിമ്പിൾ വീടാക്കാൻ പോവുകയാണ്. അപ്പോൾ ടൈം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഭാവനയ്ക്ക് അനുസരിച്ച് ഒരു ചെറിയ വീട് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഈ ചുമരിനെ എവിടേക്ക് കൂടെ വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം അല്ലേ. ഏത് ആംഗിളിലാണ്,
90 ഡിഗ്രി, അതായത് ബ്ലൂ അവിടെ നിന്നുകൊണ്ട് ബാക്കി ഭാഗം റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ്, ഇവിടെ വേൾഡിലേക്ക് മാറിപ്പോയിട്ടുണ്ട്, ഡീറ്റെയിൽസിലേക്ക് തന്നെ തിരിച്ച് വരിക കേട്ടോ. ഡീറ്റെയിൽസിൻ്റെ അകത്ത് റൊട്ടേഷൻ, ഇവിടെ നീലേൻ്റെ അകത്തുനിന്ന് 90 എടുത്ത് നോക്കിയേ, കണ്ടോ റൊട്ടേറ്റ് ആയി വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നീല പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേഷൻ നടക്കും. ഓക്കെ, വീണ്ടും ഇവിടേക്ക് സെറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് രണ്ട് ഭാഗത്തേക്ക് ഒരേപോലെ വലുതാവുള്ളതുകൊണ്ട് ജസ്റ്റ് 6 പ്രസ് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി അല്ലേ. ഇപ്പോൾ ആദ്യം ആരെങ്കിലും ഒന്ന് മുട്ടുകയാണെങ്കിൽ അവരെ വെച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു വീടിൻ്റെ ഓൾമോസ്റ്റ് ഒരു രൂപം കിട്ടിയില്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നതിനെ കൂടെ തന്നെ ചെയ്ത് പോകുന്നു കേട്ടോ. ഇനി നമ്മൾ മോഡലിങ്ങിലേക്കാണ് കിടക്കാൻ പോണേ. ഓക്കെ, അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു എക്സ്റ്റീരിയർ ചെയ്തു അല്ലേ. ഇനി ഇതിന് നമുക്കൊരു ഡോറ്, ജനൽ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കണം അല്ലേ. അതിന് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സെലക്ഷൻ മോഡിൻ്റെ അകത്ത് നേരെ ഇവിടെ നമുക്ക് മോഡലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു മോഡലിംഗ് എന്നുള്ളൊരു മോഡിലേക്ക് പോവുകയാണ്. ഇതും വളരെ സിമ്പിളായിട്ടാണ് പോണേ. അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ നമുക്ക് പിന്നീട് പറയാം. മോഡലിംഗ് എന്നുള്ള സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണും. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ വേണ്ടേ, ഈ ഒരു വീട്ടിലേക്ക് കയറാൻ ഈ ഒരു ചുമരിൽ എനിക്കൊരു വാതിൽ വേണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ഒരു ചുമരിൽ എനിക്കൊരു വാതിൽ വേണം. അപ്പോൾ ഇത്തിരി സൂം ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു ചുമര്, ആ ചുമരിലേക്ക് പോകണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, എഫ് ബട്ടൺ പ്രസ് ചെയ്താൽ അവിടേക്ക് ഫോക്കസ് ആയില്ലേ. ഇപ്പോൾ ഈ ചുമരിൽ എനിക്കൊരു ഇവിടെ ഒരു വാതിൽ വേണം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ക്രിയേറ്റിൻ്റെ അകത്തായിരിക്കും മിക്കവാറും നമ്മുടെ സെലക്ഷൻ തന്നെ കിടക്കുന്നില്ലേ. അതിലൊരു ബോക്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ബോക്സിനെ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത്, നമുക്ക് മൗസ് ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ ബോക്സ് കിട്ടും. ഈ ബോക്സിന് ജസ്റ്റ് ഞാനിവിടെ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ചുമരിലേക്കാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇതിനെ ഒന്ന് സ്കെയിൽ ചെയ്യണം. അവിടെ വെച്ച ശേഷം എനിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് സ്കെയിൽ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇനിയും റൊട്ടേഷനൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇവിടെ നമുക്ക് വിഡ്ത്ത്, അങ്ങനെ ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷന് അതും എക്സ്ട്രാ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്തിരി ഒരു വാതിലിൻ്റെ ഏകദേശം വലിപ്പത്തിൽ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. അപ്പോൾ ഇത് ഈ ചുമര് കടന്ന് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ആക്കണം. ഓക്കെ, ഇനി നമുക്ക് അത് ഇപ്പം കടന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ കാണുക, ഇവനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ മാറ്റി വെക്കണം അല്ലേ ഒന്നെങ്കിൽ. അപ്പോൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ നമുക്ക് പ്ലേസ് ചെയ്യണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എച്ച് എന്നുള്ള ബട്ടണല്ലേ ഷോർട്ട് കട്ട്, എച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ആവും. കണ്ടോ, ഇവൻ ഹൈഡായി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പുറത്തേക്ക് ആ മോഡൽ എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ എന്ത് ചെയ്യുക, അതേപോലെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുക. ഇവൻ എത്തിയിട്ടില്ല, അപ്പോൾ ഇവനെ കുറച്ചും കൂടെ ബാക്കോട്ടേക്ക് കൊണ്ടുവയ്ക്കണം. ഇനി എങ്ങനെ അല്ലെങ്കിൽ ഇത്തിരി ആ ഡെപ്ത്ത് കൂട്ടണം അല്ലേ. ഇപ്പോൾ ഇങ്ങനെയാണ് ഡെപ്ത്ത് വന്നേക്കുന്നത്. അപ്പോൾ വിഡ്ത്തായിരിക്കും, വിഡ്ത്തും അല്ല ഹൈറ്റ് എന്നുള്ള മോഡലാണ് ഡെപ്ത്ത് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഡെപ്ത്ത് കൂട്ടിയിട്ട് നമുക്കിവിടേക്ക് അറേഞ്ച് ചെയ്തേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഉള്ളിലും പുറമേ ആയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ തുളയിടണം. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ആക്സെപ്റ്റ് കൊടുക്കുക. ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഒരു ഓപ്ഷൻ കിട്ടും, ഇങ്ങനെ വലുതാക്കാൻ ചെറുതാക്കാനൊക്കെ. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, തൽക്കാലം ഇങ്ങനെ വെക്കുക. എന്നിട്ട് എന്താ ചെയ്യാൻ പോകണമെന്നറിയോ, അവനെ ഒന്ന് ഫോക്കസ് ചെയ്യണേ. നോക്കിക്കോ, ഈ ഒരു ചുമരിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ ചുമരിൽ ക്ലിക്ക് ചെയ്യുക. ചുമരിലാണ് നമുക്ക് ഗ്യാപ്പ് ഇടേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ചുമരിനൊന്ന് ക്ലിക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ബട്ടൺ അല്ലേ, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇവനല്ലേ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവനെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ ഇവിടെ നമുക്ക് മോഡൽ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. മോഡലിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൂളിയൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നേരത്തെ നമ്മളൊന്നും സെലക്ട് ചെയ്തില്ലെങ്കിൽ ഈ ബൂളിയൻ ഇവിടെ അപ്പിയർ ആവില്ല കേട്ടോ. ഇത് ആദ്യം വാൾ സെലക്ട് ചെയ്യുക, പിന്നെ ഉള്ളിലുള്ള ഈ ഒരു കട്ട് ചെയ്യേണ്ട വസ്തുവിനെ സെലക്ട് ചെയ്യുക, ബൂളിയൻ അടിച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് കട്ടിങ് വന്നു. ഓക്കെ അല്ലേ. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ചുമരിൻ്റെ ഗ്യാപ്പാണ് കാണാൻ പറ്റുന്നത്, വാതിലിൻ്റെ ഗ്യാപ്പ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത് വെച്ച ആളെങ്ങനെ കണ്ടുപിടിക്കും, അവൻ്റെ പേര് നോക്കി നോക്കണം കേട്ടോ. FND2 എന്നുള്ളൊരു ഓപ്ഷനാണ് അവിടെ നമ്മൾ ഹൈഡ് ചെയ്യുന്നത്. അതിനെ അൺഹൈഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയോ നോക്കാം. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വീടിന് മൊത്തത്തിൽ ജനലും വാതിലൊക്കെ സെറ്റ് ചെയ്യാണ്. ഇപ്പം ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ. അകത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഇതിനെ അകത്തേക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അകത്തേക്ക് വരാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് ബൾബോ കാര്യങ്ങളോ സെറ്റ് ചെയ്യണമെങ്കിൽ അതും സെറ്റ് ചെയ്യാൻ പറ്റും. അതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര നല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലും ഒരു പ്രശ്നമുണ്ട്, നമ്മൾ സേവ് ചെയ്യാൻ മറന്നുപോയാൽ മൊത്തം പോകും. ഇപ്പോൾ ഇതേപോലെ സംഭവം സംഭവിച്ചു. ഞാനിപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ വീടില്ലേ, അത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് എറർ വന്നിട്ട് പോയി അതായത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ രണ്ടാമത് ചെയ്തുണ്ടാക്കിയാണ്. അപ്പോൾ നേരത്തെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ നോക്കണ്ട. അപ്പോൾ നമ്മൾ ചെയ്ത ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിക്കോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ലെവലിനെ സേവ് ചെയ്യുക എന്നുള്ള കാര്യം ആദ്യം നോക്കണം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഫയലിൽ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ സേവ് കറണ്ട് ലെവൽ എന്നുള്ള
അപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്തുകൊണ്ട് വേറെ ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു നിങ്ങൾ സേവ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഒരു മെനു ആയിരിക്കും അപ്പിയർ ആവുക. ഇവിടെ നമുക്ക് വേണ്ട പേര് ടൈപ്പ് ചെയ്തിട്ട് സേവ് കൊടുക്കുക. എവിടെ നമുക്കൊരു എന്തെങ്കിലും ഒരു കണ്ടന്റ് എന്നുള്ള ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും നമുക്ക് എളുപ്പമുള്ള ഒരു പേരിൽ ഒരു അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടാട്ടോ എന്തെങ്കിലും ഒരു പേര്, കമ്പനിയുടെ പേരോ നിങ്ങളുടെ യൂട്യൂബിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലും പേരിട്ട് നല്ലൊരു സേവ്സ് എന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ, എന്നിട്ട് സേവ് കൊടുക്കുക. സിമ്പിളാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കട്ട് ചെയ്ത ഭാഗം ഇവിടെ കണ്ടോ, ഇവിടെ വേറൊരു കളറായി പോയി അല്ലേ, ആ ഒരു വെള്ള കളർ ഇവിടെ ഇല്ല. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പെയിൻ്റ് അടിച്ച് വീട്ടിന് വെള്ള പെയിൻറ്റ് തന്നെ ആണെങ്കിൽ ഈ ഒരു ഇഷ്യൂ നമുക്ക് വിഷയമായിട്ട് വരുന്നുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതൊരു ബൂളിയൻ ആണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ ബൂളിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബൂളിയൻ എന്നുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ ബൂളിയൻ 2 ആണിത് അല്ലേ. ബൂളിയൻ 2ൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസിൽ വന്നു കഴിഞ്ഞാൽ എലമെൻറ്റ് 2 ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ മുകളിലത്തെ എലമെൻറ്റിന് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ അതേ ഓപ്ഷന് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഈ മെറ്റീരിയൽ കേട്ടോ, എന്നിട്ട് താഴെ വരിക. ഇത് മെറ്റീരിയൽ എന്നാണ് പറയാൻ പറ്റി, നമ്മൾ കൂടുതൽ പറയാൻ പോവുകയാണ്. ടെക്സ്ചറിങ് മെറ്റീരിയൽ എന്ന് പറയുന്ന വരെ ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ ഈ മെറ്റീരിയൽ ഇങ്ങോട്ടേക്ക് കോപ്പി ആയി. സിമ്പിൾ അല്ലേ. അപ്പോൾ നമ്മൾ കോപ്പി പേസ്റ്റ്, അപ്പോൾ ഓൾറെഡി നമ്മളൊന്ന് കോപ്പി ചെയ്തു കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ബൂളിയൻ്റെ അകത്ത് ഇത് അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ്, ഇവിടെ ഇതേ പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ ബൂളിയൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി നമ്മൾ കോപ്പി ചെയ്തുകൊണ്ടെങ്കിൽ കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെയും വെള്ള ഒരു കളർ വന്നു. അങ്ങനെ ചെയ്യേണ്ട അവസരങ്ങൾ വരികയാണെങ്കിൽ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വീട് അത്യാവശ്യം കഴിഞ്ഞു എന്ന് കരുതുക. അപ്പോൾ ഞാനിത് സ്പീഡായിട്ട് ഇപ്പം നമ്മൾ ചെയ്ത ഇതേ മെത്തേഡിൽ മൊത്തം ജനലും വാതിലൊന്ന് ഹോളിട്ട് വെക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മളിനി അടുത്ത ചാപ്റ്ററിലാണ് ഇതിന് ടെക്സ്ചറിങ് കൊടുക്കുന്നത്. ഈ മൊത്തം ഗ്രൗണ്ടിന് ടെക്സ്ചറിങ് കൊടുക്കണം, വീടിന് ടെക്സ്ചറിങ് കൊടുക്കണം, അതേപോലെ നമ്മുടെ കുളത്തിൽ വെള്ളത്തിന് ടെക്സ്ചറിങ് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ടെക്സ്ചറിങ് പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. പക്ഷേ ടെക്സ്ചറിങ്ങിൻ്റേതായ പല രീതികളുണ്ട്. ആ രീതികളൊക്കെ ഒന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ല വിശദമായിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും. ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് മൊത്തം ക്ലാസ്സുകൾ നമ്മൾ ഇനി മുന്നോട്ട് ചെയ്ത് പോകുന്നത് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞ വെബ്സൈറ്റിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലുള്ള ലിങ്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് എത്തുക. ഇതിൽ എഡിറ്റിംഗ് ഡെസ്ക് ക്ലിക്ക് ചെയ്യുക, അതിൽ അണ്ടർ ലെഞ്ചിൽ കയറി കഴിഞ്ഞാൽ താഴെ ഇവിടെ ഒരു ഐക്കണായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 എന്ന് അതുപോലെ ആഡ് ചെയ്യും. ഇപ്പോൾ ഒരെണ്ണം മാത്രം ആഡ് ചെയ്തിട്ടുള്ളത് ഡെമോ ആയിട്ടാണ്. ഇവിടെ വേറെ 2 3 4 പാട്ടുകൾ വരുമ്പോൾ പുതിയ പാട്ടുകൾ ആഡ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പാട്ടിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ 1 കിട്ടും. സെക്കൻഡ് കിട്ടണമെങ്കിൽ നേരെ വെബ്സൈറ്റ് തന്നെ വന്ന് 2 ക്ലിക്ക് ചെയ്ത് എല്ലാ വീഡിയോൻ്റെ താഴെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ വേഗം അടുത്ത ചാപ്റ്ററിലേക്ക് കയറാൻ വേണ്ടി വെബ്സൈറ്റിൽ കയറിക്കോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.